പ്രിസം വാഷിംഗ് ആൻഡ് സ്റ്റീം അയൺ സെന്റർ പുന്നമ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ വാഷിംഗ്, അയണിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്ന യൂണിറ്റാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പുന്നമ്പറമ്പ് സെന്ററിലുള്ള കളക്ഷൻ സെന്ററിൽ വസ്ത്രങ്ങൾ സ്വീകരിക്കും. ഉപഭോക്താക്കളുടെ സൗകര്യം കണക്കിലെടുത്ത് വടക്കാഞ്ചേരി ടൗണിലുള്ള അഷ്ടപതി കോംപ്ലക്സിൽ കളക്ഷൻ സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഇനി വാഷിംഗും അയണിംഗും ഒരു പ്രശ്നമേയല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 96504445 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങി. 7.5 വർഷത്തിന് ശേഷമാണ് സുനി ജയിൽ മോചിതനാകുന്നത്. ജാമ്യവ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം. ജാമ്യവ്യവസ്ഥ സംബന്ധിച്ച് പ്രോസിക്യൂഷനെ വിചാരണ കോടതിയിൽ വാദമുന്നയിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ എറണാകുളം സബ് ജയിലിലാണ് പൾസർ സുനി ഉള്ളത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ സുപ്രീം കോടതിയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. 2017 ഫെബ്രുവരി 23 മുതൽ സുനി ജയിലിലാണ്. വിചാരണ കോടതികളുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ 7.5 വർഷമായി പൾസർ സുനി ജയിലിൽ കഴിയുകയാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. കേസിലെ വിചാരണ ഇപ്പോഴൊന്നും തീരാൻ സാധ്യതയില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. സംസ്ഥാന സർക്കാർ പൾസർ സുനിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നും ജാമ്യത്തിലിറങ്ങിയാൽ സമൂഹത്തിന് തന്നെ ഭീഷണിയാകുമെന്നും സുപ്രീം കോടതിയിൽ അറിയിച്ചെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. തുടർന്ന് പൾസർ സുനിയെ ഒരാഴ്ചയ്ക്കകം വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടാനാണ് കോടതി നിർദ്ദേശിച്ചത്. ജാമ്യവ്യവസ്ഥ എന്താണ് എന്നത് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും കടുത്ത ജാമ്യവ്യവസ്ഥ വേണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാരിനെ വിചാരണ കോടതിക്ക് മുമ്പിൽ ഉന്നയിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.